ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഒരു 7-8ഓളം മാസമായി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബിസിനസ് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ബ്യൂട്ടി ആയിട്ട് പറയാൻ പറ്റും. നമ്മളുടെ അപ്പെക്സ് ഒരു ഓൺ എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളുടെ മുമ്പിലേക്ക്. അപ്പോൾ ആ എക്സ്ചേഞ്ച് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യണം, അതിലൂടെ നമുക്ക് എങ്ങനെ നമ്മളുടെ ഡോളർ എങ്ങനെ നമുക്ക് കിട്ടുന്ന റിവാർഡ് എങ്ങനെ അതൊരു ക്യാഷ് ആക്കി മാറ്റാം, അതുപോലെ തന്നെ അപ്പെക്സിന് ഉണ്ട്. ആ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റാരുമല്ല. കേൾക്കുന്നില്ലേ? ഹലോ. ഓക്കെ. മറ്റാരുമല്ല നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ CEO ആയ അബ്ജിത് മാണി സാറാണ്. അപ്പം ആ ഒരു സൗണ്ട് അപ്പോൾ നമുക്ക് കേൾക്കേണ്ടത് എന്താണോ അത് നമുക്ക് അബ്ജിത് മാണി സാറ് പറഞ്ഞു തരും. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഈ ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളും ഈ ഒരു മീറ്റിങ്ങിലേക്ക് ഉണ്ട്. അതുപോലെ മറ്റൊന്നിലേക്കും അല്ലാതെ ഈ ഒരു മീറ്റിംഗ് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു സമയത്ത് കൂടുതൽ സംസാരിക്കാതെ നമ്മളുടെ സാറെ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ബുഷ, താങ്ക്സ് ഫോർ ദ വെൽക്കമിങ്. അപ്പോൾ വീണ്ടും ഷോർട്ട് നോട്ടീസിൽ വിളിച്ച സമയത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓൾറെഡി ആൾക്കാർ ഫില്ലായിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഓൾറെഡി എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇന്നലത്തേക്ക് വോയിസ് നോട്ടിൽ ഓൾറെഡി ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരെയും പിന്നെയും സന്തോഷത്തോടെ നമ്മുടെ എക്സ്ചേഞ്ച്, നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് ലൈവായ വിവരം സന്തോഷത്തോടെ എല്ലാവരെയും പിന്നെ അറിയിക്കുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഫേസ് 1, ഫേസ് 2 ഒക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഫേസ് 3 ലോഞ്ച് ആവാൻ പോകുന്നു. ഫേസ് 2ൻ്റെ ലോഞ്ചിങ്ങിൽ ഉണ്ടായിരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള പല കൺഫ്യൂഷൻസും പിന്നീട് എല്ലാവർക്കും ക്ലാരിഫൈ ആയി. എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഒരു ഇൻസ്റ്റന്റ് അപ്ഡേഷൻ എന്ന പോലെ തന്നെ നമ്മുടെ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച്, ഓൺ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യേണ്ടി വന്നു. ലോഞ്ച് ചെയ്തു. പെൻഡിങ് ഉണ്ടായിരുന്ന എല്ലാ KYC അപ്ഡേഷൻസും ഇന്നലെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ P2Pയുടെ അപ്ഡേഷൻസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മുടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാ വെരിഫിക്കേഷൻസും നിലവിൽ മാനുവലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 35,000-ന് മുകളിൽ വോളിയമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. അപ്പോൾ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ മാനുവലി വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളെയൊക്കെ ടാക്കിൾ ചെയ്ത് നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കൃത്യമായ വെരിഫിക്കേഷന് ശേഷം മാത്രം, എല്ലാവരുടെയും പ്രോപ്പർ വെരിഫിക്കേഷന് ശേഷം മാത്രം എല്ലാ അപ്രൂവൽസും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ മാത്രമല്ല, എല്ലാ USDT അപ്രൂവൽസും കൃത്യമായി തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള ലിമിറ്റേഷൻ ആകെയുള്ളതെന്ന് പറയുന്നത് INR വിഡ്രോവലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, സാറ്റർഡേ സൺഡേ INR വിഡ്രോവൽസിനുള്ള പരിമിതികൾ, അല്ലെങ്കിൽ INR വിഡ്രോവൽ അല്ലെങ്കിൽ INR-വുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. വീക്കെൻഡ്സിൽ ഹോളിഡേയ്സ് ആണ്. ഇന്ത്യ മഹാരാജ്യത്ത് അത് ഹോളിഡേ ആണ്. മൺഡേ ട്യൂസ്ഡേയോട് കൂടി തന്നെ നമ്മുടെ P2P അപ്ഡേഷൻസ് പൂർണ്ണമായി ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഈ അപ്ഡേഷൻ ഫിനിഷ് ആവുന്നതോടുകൂടി നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഉള്ള ലിമിറ്റേഷൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. INR വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സ്ചേഞ്ചിൽ ക്ലിയർ കട്ടായിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് എങ്ങനെ ചെയ്യാൻ സാധിക്കും, എങ്ങനെ പറ്റും എന്നുള്ളത് അതാത് റെസ്പെക്റ്റഡ് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി ചെയ്യാനുള്ള എല്ലാ പ്രോപ്പർ പ്രൊസീജിയേഴ്സും എല്ലാവർക്കും ആ സമയം കൊണ്ട് തന്നെ ക്ലിയർ ആക്കാൻ സാധിക്കും എന്നുള്ളത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും അത് എത്രയും പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആക്കി റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അപ്പെക്സിനെ സപ്പോർട്ട് ചെയ്തതിനും അപ്പെക്സിൻ്റെ കൂടെ നിന്നതിലും സന്തോഷം. ഇനിയും അപ്പെക്സിൻ്റെ കൂടെ
കൊണ്ടുപോകാനുണ്ട്. എല്ലാവരും കൂടെ നിൽക്കണം, കൂടെ ഉണ്ടാകണം. താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സാർ, താങ്ക് യു സാറ്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ മുന്നിൽ. ഇപ്പൊ ചില ആളുകൾക്ക് ഈ ഒരു USDT എന്ത് ചെയ്യും, ഇതെങ്ങനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കും എന്നായിരിക്കും. പക്ഷെ നമുക്ക് മുമ്പിലേക്ക് എന്താണോ വേണ്ടത് അത് നമ്മളുടെ കമ്പനി നമുക്ക് കൊണ്ടുതരും. നമ്മൾ നമ്മളുടെ കമ്പനിയെ വിശ്വസിച്ച് കമ്പനിയെ കൂടെ നിൽക്കുക. ഇപ്പം നമുക്ക് സാറ് പറഞ്ഞിട്ടില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മളുടെ കൂടെ ഉള്ളവരോട് കാര്യങ്ങൾ അതൊന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡറായ അരുൺ സാറെ ഞാൻ ക്ഷണിക്കുകയാണ്. അരുൺ സാർ, പ്ലീസ് വെൽക്കം. Okay, thank you, Bushra madam, and thank you our CEO Abid sir. Anyway, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പെഷ്യൽ സൂം മീറ്റിംഗ് വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം നമ്മൾ ഇത് വിളിക്കാണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ എക്സ്ചേഞ്ചിലെ നമ്മളെ ഓൺ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ പ്രൗഡ് മൊമെന്റ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ പല കമ്പനികളും പല കൺസെപ്റ്റുകളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പലപ്പോഴും ലൈവായി വന്നില്ല. പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് ഓൺ ലൈവിൽ വന്നിരിക്കുന്നു, അതിന്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ലീഡേഴ്സിന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രാരംഭത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പുതുതായിട്ട് നമ്മൾ ഒരു കാര്യം വരുന്ന സമയത്ത് ചില ഡൗട്ടുകൾ, ചില കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അമിത് സാർ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു ചില ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ. അതൊക്കെ ഏത് മേഖലയിലും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പഠിക്കാനെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ആദ്യത്തെ 1-2 ദിവസങ്ങൾ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എക്സ്ചേഞ്ച് ഇന്ന് നമുക്കറിയാം, അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ എക്സ്ചേഞ്ചിലെ യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ്. അപ്പൊ ആ എക്സ്ചേഞ്ച് ഇന്ന് മുതൽ ലൈവ് ആവുന്നു എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ 2 ദിവസമായി എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങൾ നടക്കുന്നു. ഇതോടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ USDT വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്തു. നാളെ നമ്മളെ INR വിഡ്രോവൽ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം വലിയൊരു കാര്യമാണ്, ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇനി അതിന്റെ യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ അപെക്സ് ടോക്കൺ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ICO ലോഞ്ച് പാഡ് വരുന്നു, അല്ലെങ്കിൽ NFT മാർക്കറ്റ് പ്ലേസ് വരുന്നു, അല്ലെങ്കിൽ DeFi ആപ്ലിക്കേഷൻസ് അതുമായിട്ട് വരുന്നു. ഇതൊക്കെ കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്തില്ല. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കറൻസി ഏത് ലെവലിലാണ് ഇപ്പൊ നമുക്ക് നിൽക്കുന്നത് എന്നുള്ളത്. അതിൽ ഒരു ഡൗട്ടും ആർക്കും ഇല്ല അല്ലെ. അപ്പോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഈ രീതിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പല ആളുകളും KYC ചെയ്തു, അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഞാനൊന്ന് ഇത് എന്താണ് ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്ക് ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അപ്പൊ അതിൽ എന്ത് കൺഫ്യൂഷൻസോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. വളരെ പരിമിതമായിട്ടുള്ള ടൈം നമുക്കറിയാം. ഇപ്പൊ ഓൾറെഡി നമ്മൾ 8 മണി പ്രോഗ്രാം പറഞ്ഞു, ഓൾമോസ്റ്റ് നമ്മൾ തുടങ്ങി. പക്ഷെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് അവസാനിപ്പിക്കണം. അപ്പൊ അതിനുള്ളിൽ ഇതൊന്ന് ഞാൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഞാൻ ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ വിഡ്രോവൽ ചെയ്തു. 7 ദിവസത്തിന് കഴിഞ്ഞാൽ നമുക്കറിയാം 3 അപെക്സ് അല്ലെങ്കിൽ ഒരു USDTക്കുള്ള അപെക്സ് ആണ് നമ്മുടെ സർവീസ് ചെയ്തത്. അതൊക്കെ നോർമലി തന്നെ ആ എക്സ്ചേഞ്ച് നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്തതിന് പകരം ഇനി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് USDT മാറ്റുന്നു. ഈ ഒരു ഒറ്റ പ്രോസസ്സ് മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമുള്ളൂ. ദെൻ എക്സ്ചേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USDT ആയിട്ട് വേണമെങ്കിൽ വിഡ്രോവൽ ചെയ്യാം. അതോടൊപ്പം തന്നെ P2B എന്നൊരു ഓപ്ഷൻ, നമ്മൾ ഇന്ത്യൻ ലോക്കൽ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് പകരം P2B സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ലോക്കൽ ബാങ്കിലേക്ക് വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷനായി. അപ്പൊ അതിലൊന്നും യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. പക്ഷേ ഇതുവരെ എക്സ്ചേഞ്ച് യൂസ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച്, ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച്
അത് രജിസ്റ്റർ ചെയ്യാനും ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള ഡൗട്ടിലാണ് പല ആളുകളും നിൽക്കുന്നത്. അപ്പൊ അത് മാത്രമേ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഒരു എക്സ്ചേഞ്ച് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്, എക്സ്ചേഞ്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നമുക്കറിയാം, ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് ഒരു റെഫറൽ ലിങ്ക് വഴിയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാം അപെക്സ് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ലൈവ് ആണ്, ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ആണ്. ഈ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇതാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആമസോണിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അത്ര പോലും വേണ്ട. നമുക്ക് ആകെ ഇവിടെ വേണ്ടത് നമുക്കൊരു മെയിൽ ഐ ഡി ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്റെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനൊരു മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിനു ശേഷം രണ്ട് പാസ്വേഡ് നമ്മൾ 2 തവണ ചോദിക്കുന്നുണ്ട്. ഒന്ന് പാസ്വേഡ് കൊടുക്കുക, അതിന്റെ കൺഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പാസ്വേഡ് ആയിട്ട് @123 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുന്നതേ ഉള്ളൂ, @123. ഓക്കെ, അപ്പൊ ആ പാസ്വേഡ് ഓക്കെ ആണെങ്കിൽ റഫറൽ കോഡ് വരുന്നുണ്ട്. ആ റഫറൽ കോഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് റഫറൽ കോഡ് വരുന്നു. ദെൻ ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ദ പോളിസി, ദെൻ രജിസ്റ്റർ. ഇത്ര മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ഡയറക്റ്റ് നമ്മളെ എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. ഡയറക്റ്റ് നമ്മൾ എക്സ്ചേഞ്ചിൽ എത്തിക്കഴിഞ്ഞു. ഇത് ചെയ്യാൻ അറിയാത്ത ഒരാൾ പോലും ഇന്നുണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മൾ ഇതിലേക്ക് മാറി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് KYC അപ്ലോഡ് ചെയ്യാനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുകളിൽ ഒരു 3 ലൈൻ നമുക്ക് കാണാം. നോർമലി മെനുവിന് യൂസ് ചെയ്യുന്നതാണ്. ആ 3 ലൈൻസ് നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് മാർക്കറ്റ്, വാലറ്റ്, ഓർഡേഴ്സ്, ട്രാൻസാക്ഷൻ, ലോഞ്ച് പാഡ്, സ്റ്റേക്കിംഗ്, സ്വാപ്പ്, P2P ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതില് നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് പ്രൊഫൈൽ റീസെന്റ് വെരിഫിക്കേഷൻ മെയിൽ. അതായത് ഓൾറെഡി ഇപ്പൊ ഒരു മെയിൽ അവിടേക്ക് സെൻഡ് ആയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അത് റീസെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് വെരിഫൈ ദ മെയിൽ, താങ്ക്സ് ഫോർ സൈൻ അപ്പ്, ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് കുഡ് യു വെരിഫൈ ദ ഇമെയിൽ അഡ്രസ് ബൈ ക്ലിക്കിംഗ് ഓൺ ദ ലിങ്ക് ഇമെയിൽ ടു യു, നിങ്ങൾക്ക് അയച്ചിട്ടുള്ള ഇമെയിൽ വരുന്ന ലിങ്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ Gmail ഓപ്പൺ ചെയ്യാം. ബൈ ചാൻസ് നമുക്ക് ഇവിടെ ലിങ്ക് വന്നിട്ടില്ലെങ്കിൽ, ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു പ്രൊഫൈലിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് കയറണമെങ്കിൽ എന്താണ്, വെരിഫൈ ചെയ്യണം. ഞാൻ വെരിഫൈ ദ ഇമെയിൽ ടച്ച് ചെയ്തു. വളരെ സിമ്പിൾ ആണ്. നമ്മളെ മെയിലിൽ പോവുക, വെരിഫൈ ദ ഇമെയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വന്നു. അതിനുശേഷം നമുക്കൊരു ലോഗിൻ പേജ് വരുന്നുണ്ട്. അപ്പൊ ലോഗിൻ പേജ് വന്നു, നമ്മളിവിടെ മെയിൽ ഐ ഡി അടിക്കുന്നു. ശരിക്കും അത് ലോഗിൻ ആവേണ്ടതാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, 2k24@gmail.com. ഞാൻ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീണ്ടും പ്രൊഫൈലിൽ ഒന്ന് ടച്ച് ചെയ്തു. അത് നേരത്തെ ഈ മെയിൽ വെരിഫിക്കേഷൻ ആയിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. ഞാൻ ഒന്നുകൂടി റീസെന്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ലാസ്റ്റ് വന്ന മെസ്സേജ് ഇതാണ്. അത് ഞാൻ വെരിഫൈ ദ മെയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറക്റ്റ് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ അത് ലോഗ് ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇപ്പൊ ഓൾറെഡി വെരിഫൈ ചെയ്തു. പ്രൊഫൈലിലുള്ള മറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത് KYC ആണ്. ഞാനിവിടെ KYC എടുത്തു. ജസ്റ്റ് KYC ഉള്ള ഫസ്റ്റ് നെയിം, അതിന്റെ കാര്യങ്ങൾ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി ഒന്ന് ചെയ്തു നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, കൺട്രി
ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആരെയാണോ മെയിൽ വെരിഫൈ ചെയ്യാൻ പോകുന്നത് അവിടെ ഞാൻ പേര് കൊടുത്തു, സത്യൻ എന്ന് കൊടുത്തു, CT. ദെൻ അതിന്റെ ഇന്ത്യ അതിന്റെ ഇത് നമ്മൾ കൊടുത്തു. ദെൻ അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്നുകിൽ പാസ്പോർട്ട് അല്ല ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റെസിഡന്റ് പെർമിറ്റ്, ഇതിൽ 4 ഏതെങ്കിലും ഒന്നാണ് നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓൾ ഫോട്ടോസ് ഷുഡ് ബി ബ്രൈറ്റ് ആൻഡ് ക്ലിയർ, ഗുഡ് ക്വാളിറ്റി, അൺകട്ട് മീൻസ് ഓൾ കോർണേഴ്സ് ഓഫ് ദി ഡോക്യുമെന്റ് ഷുഡ് ബി വിസിബിൾ. നമ്മൾ ചിലപ്പോൾ ഡോക്യുമെന്റ്സ് ഫോട്ടോ എടുത്ത് അത് ക്രോപ്പ് ചെയ്ത്, പക്ഷെ ആ ഡോക്യുമെന്റ്സിന്റെ ഫുൾ കാര്യങ്ങൾ കിട്ടണം. ചെറിയൊരു പാർട്ട് കട്ടായാൽ പോലും അത് എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ദെൻ ടേക്ക് എ ഫോട്ടോ ഫ്രണ്ട് ആഫ്റ്റർ ഡോക്യുമെന്റ്. അതുകൊണ്ട് ടേക്ക് ഫ്രണ്ട് സൈഡ് വേണം, അതുപോലെ തന്നെ ബാക്ക് സൈഡ് വേണം. ദെൻ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ ടേക്ക് എ സെൽഫി വിത്ത് യുവർ ഫോട്ടോ. അത് സെൽഫി എടുത്തത് നമുക്ക് അപ്ലോഡ് ചെയ്താൽ ക്ലിയർ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ID കാർഡാണ്, പാസ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് ക്ലിയർ ആവുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ടെന്നാണ് കേട്ടത്. ഇതിന്റെ നെക്സ്റ്റ് നമ്മളൊരു ID കാർഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതില് ലൈബ്രറിയിൽ ഇപ്പൊ ഞാനൊരു ഫോട്ടോ ഇവിടെ ചെയ്യണം, അതിന്റെ ഫ്രണ്ട് സൈഡ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സൈഡ് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഫയലിന്റെ ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, അതിന്റെ എല്ലാ കോർണേഴ്സും ഇത് ഈ പേപ്പറിൽ തന്നെ വിസിബിൾ ആണ്. അതുപോലെ അത് ക്ലിയർ ആണ്, ക്ലിയർ ആയിട്ടുള്ളതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ദെൻ അത് അപ്ലോഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു ഇത് പിടിച്ചുകൊണ്ട്, അപ്പൊ നമ്മളെ ID കാർഡ് പിടിച്ചുകൊണ്ട് ഒരു സെൽഫി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് അതുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്തു. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ KYC ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മളെ പേര്, അതുപോലെ ലാസ്റ്റ് നെയിം, നമ്മളെ ഇനിഷ്യൽ എന്താണ്, അത് മിഡിൽ നെയിം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ID കാർഡ് സെലക്ട് ചെയ്തു, ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു. ദെൻ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്തു, ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മളൊരു സെൽഫി നമ്മൾ ആ ഡോക്യുമെന്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞാൽ യുവർ KYC റിക്വസ്റ്റ് ഈസ് ബീങ് റിവ്യൂഡ് എന്ന് കാണാം. KYC ഡോക്യുമെന്റ് എന്തായി, റിവ്യൂഡ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ആ വേരിഫിക്കേഷനിലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് കാണാൻ പറ്റും. അപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്കിത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് ആവുന്ന സമയത്ത് നമുക്കൊരു ഗ്രീനിൽ ഒരു മെസ്സേജ് നമുക്ക് വരുന്നതാണ്. ഇനി ഞാൻ ഇത് വേരിഫൈ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ വേരിഫൈ ചെയ്തത് വേരിഫിക്കേഷൻ വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ലിങ്കിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരിക്കല് നമുക്കിത് രജിസ്റ്റർ ചെയ്യാനുള്ള കോളംസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇനി സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മളെ ഓപ്ഷൻ, ഇതിപ്പോ ഞാൻ എൻ്റെ ഇത് ഓൾറെഡി ചെയ്തു വെച്ചതാണ്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും ഇത് ചെയ്യുന്നു. ഇതൊരു വെരിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ USDT ഉണ്ടോന്ന് അറിയണമെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിലാണ് വാലറ്റ്. ആ വാലറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പൊ നിലവിൽ ഞാൻ ഇതിലേക്ക് വിഡ്രോ ചെയ്തത് 2695 USDT ആണ്. 2695 USDT വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിലേക്ക് എങ്ങനെയാണ് ഈ 2695 വിഡ്രോ ചെയ്തത് എന്നാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്ത മെയിൽ ID എന്താണോ, ഇപ്പൊ എന്റെ എക്സ്ചേഞ്ചിൽ ഞാൻ യൂസ് ചെയ്തത് arunsatyant@gmail.com എന്നുള്ള മെയിൽ ID ആണ്. ആ മെയിൽ ID മാത്രം മതി എനിക്ക് ഏത് IDയിൽ നിന്നും എന്റെ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാം. ഞാൻ ആ മെയിൽ ID മാത്രം തന്നാൽ മതി. നിങ്ങൾ ആ മെയിൽ ID അടിച്ച് ഒരു OTP ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപെക്സ് ടോക്കൺ നമ്മൾ വെബ്സൈറ്റ് കയറി നമ്മൾ ഏതെങ്കിലും ഒരു ID ലോഗിൻ ചെയ്യുന്നു. ഞാനിപ്പോ ഇതൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു IDs ആണ്. ഞാൻ ഏതെങ്കിലും ഒരു ID ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ID സെലക്ട് ചെയ്തു. ഈ IDയിൽ എത്ര USDT
അപ്പൊ ഇതില് എനിക്ക് ആകെ 143 USDT ആണ് വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പൊ ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു വിഡ്രോ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 7 days ആണ് നമ്മളെ വിഡ്രോവൽ ടൈം എന്ന് തോന്നുന്നു. അപ്പൊ ഇതില് ഓക്കെ ഓക്കെ അപ്പൊ ഇതില് നമുക്ക് 143 USDT നമുക്ക് വിഡ്രോ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ USDT വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ വിഡ്രോ നൗ എന്നുള്ള ഒരു ഓപ്ഷനിൽ പോകും. അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ അപെക്സിലേക്ക് മാത്രമേ, അപെക്സ് EX എന്നുള്ള എക്സ്ചേഞ്ചിലേക്ക് മാത്രമേ വിഡ്രോ ചെയ്യാനുള്ളൂ. അപ്പൊ വിഡ്രോ നൗ എന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 143 USDT ഓക്കെ 143 USDT നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി വരുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 143 USDT നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് എക്സ്ചേഞ്ചിലേക്കാണോ വിഡ്രോ ചെയ്യുന്നത്, ഏത് ഐഡി വേണമെങ്കിലും, അത് നിങ്ങൾ ഐഡി ആയിക്കോട്ടെ, ആര് ഐഡി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ ഏത് എക്സ്ചേഞ്ചിലേക്കാണോ ചെയ്യേണ്ടത് ആ എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ എക്സ്ചേഞ്ചിലേക്കാണ് ഇത് ചെയ്യേണ്ടതെങ്കിൽ arunsatyncity@gmail.com എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇതിൽ അപെക്സ് ഉണ്ടോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഏതായാലും എനിവേ അതിൽ അപെക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു OTP, ഒരു മെയിലിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജസ്റ്റ് നമ്മൾ വീണ്ടും ജിമെയിൽ ഓപ്പൺ ചെയ്തു. നമ്മൾ നോർമൽ പ്രോസസ്സ് എന്താണോ നോർമൽ പ്രോസസ്സ് അത് നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പോ അപെക്സിന്റെ ഒരു OTP ഇതിലേക്ക് വന്നിട്ടുണ്ട് 827. ഓക്കെ, ഇതാണ് വിഡ്രോവൽ OTP 59798. തന്നെ അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ 143 USDT വിഡ്രോവൽ ആയിട്ടുണ്ട്. അപ്പൊ ആ 143 USDT നമുക്ക് വരേണ്ടത് നമ്മുടെ ഈ വാലറ്റിലേക്കാണ്. നമുക്ക് വരേണ്ടത് ഈ വാലറ്റിലേക്ക് വിഡ്രോവൽ. കാരണം സ്പോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് മാറി ഇപ്പൊ 2838 USDT ആയി ബാലൻസിൽ. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. വൺസ് നമ്മൾ നമ്മുടെ എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ മെയിൽ ID മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് അതെന്തായി എത്തിക്കഴിഞ്ഞു. അങ്ങനെ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കിത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഓൾറെഡി ഇവിടെ USDT എത്രയാണെന്ന് കാണുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ USDT വിഡ്രോവൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൽ വിഡ്രോവൽ ടൈപ്പ് ചെയ്തു. ഏത് നെറ്റ്വർക്ക് ആണെന്ന് ചോദിക്കുന്നുണ്ട്. BP20 ആണ്. ഇത് എനിക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് ഞാൻ വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഇത് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഓക്കെ, അപ്പൊ ടോട്ടൽ അവൈലബിൾ ബാലൻസ് 2838 എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം എന്റെ ട്രസ്റ്റ് വാലറ്റ് എടുക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് വാലറ്റ് എടുത്തു. ആ ട്രസ്റ്റ് വാലറ്റിൽ എനിക്ക് ഇവിടെ USDT റിസീവ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിൽ USDT സെലക്ട് ചെയ്തു. USDT BNB സ്മാർട്ട് ചെയിൻ. അതിന്റെ റിസീവിംഗ് അഡ്രസ് കോപ്പി ചെയ്തു. ഇതാണ് റിസീവിംഗ് അഡ്രസ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാനിവിടെ ഇതിൽ നിന്ന് USDT BNB സ്മാർട്ട് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ റിസീവിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, സെൻഡും ഉണ്ടാവും. അതിൽ മുകളിൽ റിസീവ് അഡ്രസ് കാണാം. റിസീവ് നമ്മൾ കോപ്പി ചെയ്തു. റിസീവിംഗ് അഡ്രസ് കോപ്പി ചെയ്തിട്ട് ഇതാണ് റിസീവിംഗ് അഡ്രസ്. അത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സിംപ്ലി നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൽ ടോട്ടൽ ഉള്ളത് 2853 ആണ് അല്ലെ. 2853 USDT ഉണ്ട്. അത് ഞാൻ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു. സോറി,
2838 ആണ്. സോറി. ഓക്കെ, എമൗണ്ട് 2838 ആണ്. ഇൻസഫിഷ്യന്റ് കാണിച്ചതാണ്. അപ്പൊ ഞാൻ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക. ഇപ്പൊ നിലവിൽ നമുക്ക് ഇതിലുള്ള USDT എമൗണ്ട്, USDT നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. USDT സ്മാർട്ട് ചെയിൻ, BNB സ്മാർട്ട് ചെയിൻ ഉള്ളത് 460 USDT ആണ്. 460 USDT മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇത് ഈ നമ്മളിപ്പോ വിഡ്രോ ചെയ്ത എമൗണ്ട് കൂടി ഇതിലേക്ക് എന്ത് ചെയ്യണം? കയറി വരണം. ഇതാണ് നമ്മൾ പറഞ്ഞത് USDT വിഡ്രോവലിന്റെ കേസാണ്. ഇനി ഇതല്ല, നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് ചെയ്യണം. INR ആയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ നമുക്ക് P2P എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സ്റ്റേക്കിംഗ് സ്വാപ്പ്, അത് കഴിഞ്ഞിട്ട് P2B. ഈ P2Bയിൽ നമ്മൾ വിഡ്രോവലിന്റെ കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നാളത്തോടു കൂടി ലൈവ് ആവും. അതോടുകൂടി എല്ലാവർക്കും INR വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻ മുമ്പുള്ളതിനേക്കാൾ പവർഫുൾ ആയിട്ട് വരും. അപ്പൊ ഇത് തന്നെ നമ്മളെ എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് തന്നെ ആയതുകൊണ്ട് നമ്മുടെ കറൻസിയുടെ ട്രേഡിങ്ങിന്റെ ഒക്കെ ഇൻകം ആയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുക. അതിന് തീർച്ചയായിട്ടും നമ്മൾ ടാക്സബിൾ ആയിരിക്കും. നമ്മൾ ഗവൺമെന്റിൽ ടാക്സ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ പക്ക വൈറ്റ് മണി ആയിട്ട് നമ്മളെ കയ്യിലേക്ക് ഈ എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവും. ഒരുപക്ഷെ ഇതിന്റെ റെക്കോർഡ് വീഡിയോസ് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എടുത്ത ഫോട്ടോന്റെ ഫോർമാറ്റ് അതല്ലെങ്കിൽ അതിന്റെ MB ഇതുമായിട്ട് മാച്ചിങ് ആവുന്നില്ല, അവർ പറഞ്ഞ കണ്ടീഷനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അല്ലെ ബ്ലറാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇത് ലോഗിൻ ആയി കിടക്കുകയാണ്. അപ്പൊ നമ്മളത് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട്, ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തു നമ്മൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സോറി, KYC നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓൾറെഡി ഇനി എടുക്കാൻ പ്രയാസമായിരിക്കും, എന്നാലും KYC സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും തരത്തിൽ ഇപ്പം ഓക്കെ, ഞാനിപ്പോ എന്റെ തന്നെ ഒന്ന് ലോഗിൻ ചെയ്ത് ഇവിടെ ഇനി ഞാൻ KYC എന്ന് പറഞ്ഞ പ്രൊഫൈലില് KYC എന്നുള്ള ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ യുവർ റിക്വസ്റ്റ് ഈസ് ബീങ് റിവ്യൂഡ്. നമ്മൾ വൺസ് വി വെരിഫൈ ദാറ്റ് സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് യുവർ സ്റ്റാറ്റസ്. അപ്പൊ ഓൾറെഡി എൻ്റെ അത് വെരിഫൈ ചെയ്തിട്ടുള്ള ID ആണ്. അത് ഓൾറെഡി ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നില്ല, അത് ID വെരിഫൈഡ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മളത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിലേക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ USDT വാലറ്റിലേക്ക് എന്ത് ചെയ്യും? അത് കയറും. അതിന് ചെറിയൊരു ടൈം പ്രോസസ് ഉണ്ടാവും. അതിനുള്ളിൽ അത് എന്ത് ചെയ്യും? കയറി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ ആ വിഡ്രോ ചെയ്ത ടോട്ടൽ 9000. ഓക്കെ, 460 തന്നെയാണ്. അത് നമ്മളെ റിസീവിംഗ് അഡ്രസ്സിൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി ഇന്നിപ്പോ ഞാൻ രാവിലെ റിസീവ് ചെയ്തതാണിത്. ഇതൊക്കെ ഞാൻ എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്താണ്. 1190. ഇതൊക്കെ എക്സ്ചേഞ്ചിൽ നിന്ന് ഇന്ന് മോർണിംഗ് വിഡ്രോ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി മേ ബി ഓക്കെ, ഇതിപ്പോ നമ്മൾ വിഡ്രോ കൊടുത്തതിൻ്റെതാണ്. വിഡ്രോ 2838 USDT പെൻഡിങ്ങിലാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ചെയ്തത് 1290 USDT. അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് 1290 USDT ആയിരുന്നു നമ്മൾ അതിൽ നിന്ന് കൊണ്ട് വിഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എക്സ്ചേഞ്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ പെൻഡിങ് സ്റ്റാറ്റസ് ഇനി എപ്പോഴാണോ ക്ലിയർ ആവുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ വിഡ്രോവൽ അവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നോർമലി P2B നമ്മൾ നോർമലി ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. അതിൽ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. മറ്റു യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചേഞ്ച് വരുമ്പോഴോ അത് നമ്മളെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഒരു എക്സ്ചേഞ്ച് നമ്മൾ ഓൺ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് പല ആളുകളും ചിലപ്പോൾ പല രീതിയിൽ അത് മിസ്യൂസ് ചെയ്യും. പല കമ്പനികളും ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയാൻ യാതൊരുവിധ നെഗറ്റീവും ഇല്ല. അതുകൊണ്ട് തന്നെ പല കമ്പനികളും പല രീതിയിൽ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു,
വിഡ്രോവല് ഒരു ദിവസം എടുക്കുന്നൊക്കെ പറയുമ്പോഴും പല രീതിയിൽ നെഗറ്റീവ്സ് പറയുന്ന കമ്പനികളുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം. കാരണം ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൈറ്റ് ആയിട്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ എമൗണ്ട് വരുന്ന സമയത്ത് ആണെങ്കിലും അത് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഒരു എക്സ്ചേഞ്ച്, ഫിനാൻസ് പോലെ തന്നെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വരുന്ന ഒരു ഇൻകം ആണ്. അപ്പൊ അത് ട്രേഡിംഗ് ഇൻകം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇൻകത്തിന്റെ കാറ്റഗറി വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഏതൊരാളോട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും നമുക്ക് എവിടുന്നാണ് ഇൻകം റിലീസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സ്ചേഞ്ചിൽ നിന്നാണ്, നമ്മൾ ഓൺ എക്സ്ചേഞ്ചിൽ നിന്നാണ് നമുക്ക് ഇൻകം റിലീസ് ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും ഒരു പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാത്ത ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വന്നു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം എപ്പോഴും നമ്മളെ കൂടെ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സിഇഒ ആണെങ്കിൽ പോലും ഫുൾ ടൈം നമ്മളെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ്. കാരണം എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് വന്ന് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു സ്റ്റാർട്ടിങ് സമയം തൊട്ട് ഈ ബിസിനസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് എത്രത്തോളം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റി. ഇപ്പൊ നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നൊരു ഏകദേശം ഒരു 7 മാസമായി. ഈ 7 മാസം കൊണ്ട് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. കാരണം വേറെ ഒരു മേഖലയിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ഇൻകം കിട്ടില്ല. ഇപ്പൊ ഒരു ഡെയിലി ഒരു $1000 ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. $1000 വരുമാനം എന്ന് പറഞ്ഞാൽ ഡെയിലി 90,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൈനറി പ്ലാൻ. നമുക്ക് റെഫറൽ ഇൻകം വേറെ, സ്റ്റേക്കിംഗ് റിവാർഡ് വേറെ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതൊന്ന് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഈ ഹാൻഡ് ചെയ്തവരെ ഓക്കെ, ശ്രീജിത്ത് സാറ് ചോദിച്ചോളൂ. ഹലോ, സാറേ ചോദിച്ചോളൂ. അരുൺ, ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു പ്രയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഫസ്റ്റ് തരണം. കാരണം നമ്മളുടെ അതൊന്നും അങ്ങനെ വാലറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്, പുതിയ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെന്നുള്ളത് 1 വീക്ക് ഒരു പ്രയർ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം പലരും എടുക്കാൻ നോക്കിയിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇത്ര ഇല്ലാത്ത സമയം ഉണ്ടല്ലോ. കാരണം പലരും എടുക്കാൻ നോക്കുക, കാണുന്നില്ല എന്നു വിളിച്ചു. അപ്പം നമുക്കറിയില്ല. അപ്പൊ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒന്നല്ലെങ്കിൽ ആ സൈറ്റിൽ പോപ്പപ്പ് എന്നുള്ള രീതിയിൽ അടുത്ത ആഴ്ച മുതൽ ഇത് ഉണ്ടാവില്ല, ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു. പിന്നെ എന്തായാലും സംഭവം നന്നായിട്ടുണ്ട് ചെയ്തതൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മളിത് എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടി വരുമോ? നമ്മൾ മേടിച്ച ടോക്കൺസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്ന സമയത്ത് വീണ്ടും അത് നമ്മൾ പൈസ കൊടുക്കണോ? എങ്ങനെയാ അതിന്റെ അവസ്ഥ തന്നെ? വേണ്ട, നമുക്ക് എന്താ വെച്ചാൽ നോർമലി ഉള്ള സർവീസ് ചാർജ് മാത്രമേ വരുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ പാർട്ട് മാത്രമേ വരുള്ളൂ. അതായത് നമുക്ക് നോർമലി ഇപ്പൊ $1 ആണ് വിഡ്രോവലിന് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ $1 ആണ് വിഡ്രോവലിന് വേണ്ടത്, അത് മാത്രമേ വരുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്തത്, ഇപ്പൊ ഓൾറെഡി ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അവിടെ എനിക്ക് വന്നത് 3 അപെക്സ് ടോക്കൺ ആണ് വിഡ്രോവൽ ചെയ്തത്. ഇനി നമ്മളിപ്പോ ട്രസ്റ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത എമൗണ്ട് ഇല്ലേ, ഇതാ ഇപ്പൊ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ എത്രയായിരുന്നു വിഡ്രോ ചെയ്തത്? 2838 ആണ്. അത് അതേപോലെ ട്രസ്റ്റ് വാലറ്റ് റിസീവ് ആയി. ഇപ്പൊ നിങ്ങൾ നോക്കുക, നേരത്തെ നമുക്ക് USDT ബാലൻസ് ഉണ്ടായിരുന്നത് 460 USDT ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ 460 എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 2838. ഇത്രയും ടൈം കൊണ്ട് എന്റെ ട്രസ്റ്റ് വാലറ്റിൽ എത്തിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. ഇനി എനിക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ IDന്നും ഞാൻ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മെയിൽ ID കൊടുത്ത് എല്ലാ അക്കൗണ്ടുള്ളതും എന്റെ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുക. കഴിഞ്ഞാൽ ഒരൊറ്റ ഇതായിട്ട് നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. എനിക്ക് നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാളും ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പരിപാടി ചെയ്യാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഞാൻ നേരത്തെ ഓൾറെഡി അതിൽ എത്തിച്ച USDT ഉണ്ട് അല്ലെ, ആ USDT ഒന്നിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്? വിഡ്രോ ചെയ്തത്. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇനി എനിക്കത് ബാങ്കിലേക്ക് മാറ്റാം.
ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഹലോ ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ ഹലോ അത് ഹലോ അരുൺ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആ അതായത് ഇന്നലെ എൻ്റെ പലരുടെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയതായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അത് വീണ്ടും വെരിഫൈഡ് എന്നുള്ള പഴയ സ്റ്റേജിലേക്കാണ്, വീണ്ടും വെരിഫിക്കേഷൻ പോയ രീതിയിലാണ് കാണിക്കുന്നത് സിസ്റ്റത്തിൽ. അത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാളത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. കാരണം ഈ P2Bന്റെ കാര്യങ്ങളൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ ചെറിയ ചെറിയ എറേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഇതും വെരിഫൈഡ് എന്ന് കാണിച്ചപ്പോ ഞാൻ നേരത്തെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും വെരിഫൈ. പക്ഷെ അത് സ്റ്റാറ്റസ് വെരിഫൈഡ് തന്നെയാണ്. പക്ഷെ ആ P2Bന്റെ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ച് ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അതിന്റെ കാര്യങ്ങളാകുന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു വെബ്സൈറ്റ് നമ്മളൊരു എക്സ്ചേഞ്ചിലേക്ക് ഇത് ചെയ്തിട്ട് കമ്പനി P2B ഡയറക്റ്റ് കൊണ്ടുവരുന്ന സംവിധാനമൊക്കെ. അപ്പൊ അതിൽ വന്നിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഡിലേ വന്നത്. അത് പെട്ടെന്ന് തന്നെ, അത് നാളത്തോടു കൂടി തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതിൽ ഉണ്ടായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ എന്ത് കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസമാണ്. അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അത് എന്തായാലും പെട്ടെന്ന് തന്നെ അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ഓക്കെ, താങ്ക്സ്. നെക്സ്റ്റ് ആർക്ക്. സാറേ കേൾക്കാവോ? കേൾക്കാം. സാറേ, പിന്നെ എനിക്ക് 2 ചോദ്യമാണുള്ളത്. അതിലൊരു ചോദ്യം ക്ലിയർ ചെയ്തു. പിന്നെ ഈ ഇന്ന് കാലത്ത് വരെ KYC അപ്ഡേറ്റഡ് ആയിരുന്നു, KYC ഒക്കെ ആയിരുന്നു. പിന്നെ പ്ലേസ്മെന്റ് ശേഷം അത് ഇതേപോലെ കാണിക്കുന്നു. അല്ല, അത് സ്റ്റാറ്റസ് മാത്രം കാണിക്കുന്നേ ഉള്ളൂ. അത് ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആണ്. അത് ഞാൻ പറഞ്ഞില്ല, P2Bന്റെ ചെറിയൊരു അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ബിനാൻസിലോട്ട് മാറ്റിണ്ടായിരുന്നു. ആ അത് മാറ്റിയ ശേഷം പറഞ്ഞേക്കുന്നത് പ്ലീസ് കംപ്ലീറ്റ് KYC ടു ഇനീഷ്യേറ്റ് വിഡ്രോവൽ ഓൺ അപെക്സ് EX. അപ്പൊ എനിക്ക് സംശയം വരാൻ കാരണം, സാറിതും ഇന്ന് കാലത്തൊക്കെ സാറിത് KYC ഓൺ ആയിരുന്നല്ലോ. അതെ അതെ, KYC. പിന്നെ ഇപ്പൊ നോക്കിയപ്പം എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ കിടക്കണേ. അപ്പൊ സാറിത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇതിലോട്ട് ഫണ്ട് വന്നു. സാറിപ്പം ലൈവായിട്ട് ഇപ്പൊ കാണിച്ചല്ലോ ഈ ട്രസ്റ്റ് വാലറ്റ്. അപ്പൊ ആ പൊസിഷനിൽ സാറിലോട്ട് ഫണ്ട് വന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ കാലത്താ ചെയ്തത്, 10 മിനിറ്റ് ശേഷം ചെയ്തത്. ഇനിയിപ്പോ ആ സമയത്ത് വല്ല വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും അത് എന്റെ റിജക്ട് ആയത്. അതെ അതെ, വർക്ക് നടക്കുന്നുണ്ട്. അതൊന്നും നോക്കണ്ട. നാളത്തോട് കൂടിയിട്ട് തന്നെ അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും. നമ്മളെ ബാക്ക് എൻഡ് ടീം മൊത്തം അതിന്റെ പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ ക്ലിയർ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹസൻ ബാബു സർ. സാർ നമസ്കാരം, ഞാൻ പാലക്കാട്. ആ ഞാൻ ഈ സംശയം ചോദിക്കാൻ ഉദ്ദേശിച്ച സംശയത്തിന് മറുപടി വന്നു കഴിഞ്ഞു. പിന്നുള്ളൊരു സംശയം INR വിഡ്രോലിനെ പറ്റിയിട്ടാണ്. അത് 2 ദിവസത്തിനുള്ളിൽ ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷെ വിഡ്രോൽ ചെയ്യുമ്പോ ഈ ടാക്സ് പോണതിനെ പറ്റി സംസാരിച്ചല്ലോ. അതെ അതെ, അപ്പോ അത് നമുക്ക് എത്ര ശതമാനമാണ്, അങ്ങനെ വല്ലതും ഐഡിയ ഉണ്ടോ? അങ്ങനെയല്ല സാർ, നമുക്ക് ഒരു ഇൻകം ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എത്ര എമൗണ്ട് കയറുന്നുണ്ടോ അതിൽ നമുക്ക് വന്ന എക്സ്പെൻസ്, മറ്റു കാര്യങ്ങൾ എല്ലാം നമുക്ക് അതിൽ കാണിക്കാം. ഇപ്പൊ നമുക്കിപ്പോ പല കാര്യങ്ങളും റൺ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ടാക്സ് ചെയ്യുന്ന ആളുകളായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അതിന് മൊത്തം എക്സ്പെൻസ് കഴിഞ്ഞ എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് കെട്ടേണ്ടത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു $1000 ആണ് ഇപ്പോ ഈ നമ്മുടെ എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മുടെ INR മറ്റേ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ $1000 എത്ര ശതമാനം ടാക്സ് എന്നുള്ള കണക്കല്ല അല്ലേ? അപ്പൊ ഇല്ല, ടാക്സ് അവിടെ കട്ട് ചെയ്യില്ല. നമുക്ക് ടാക്സ് കട്ട് ചെയ്യാൻ നമുക്ക് ഫൈനലി നമുക്ക് വരുന്ന ഇൻകം ബാങ്കിലേക്ക് വരുമ്പോ അത് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ മതി. അതുവരെ ചെറിയ ഇപ്പോ $1000 $2000 ഒക്കെ പ്രശ്നമല്ലേ? ഈ 10,000 20,000 $30,000 ഉള്ളവർക്കൊക്കെ അപ്പൊ ITRന്റെ പ്രോബ്ലം വരില്ലേ? ITന്റെ അതെന്തായാലും നമുക്ക് ഇൻകം വരുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യണ്ടേ. അത് ഏത് മേഖലയിൽ വന്നാലും ചെയ്യണ്ടേ. അല്ല, ഒരു വർഷത്തിൽ ഇത്ര എമൗണ്ട് എന്നുള്ളൊരു കണക്കുണ്ടല്ലോ. അത് 20 lakh വരെയാണ്. 20 lakhന് മുകളിലാണെങ്കിൽ നമുക്ക് GST എടുത്ത് ഫയൽ ചെയ്യണം. മറ്റത് 12 ലക്ഷമാണ് ഇൻകം ടാക്സിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പൊ ഓരോരുത്തർ ഇതിലെയും ഇതുവരെ അങ്ങനെ ഒരു
നമ്മുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വിട്ടുപോലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും $10,000, $20,000, $50,000, $1,00,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ മറ്റേ USDT വിഡ്രോവലിന് ഈ പ്രോബ്ലം വരുന്നില്ല അല്ലെ? ഇല്ല, നമുക്ക് P2B ചെയ്യുമ്പോ അല്ലേ വരുന്നുള്ളൂ. P2B ചെയ്യുമ്പോൾ നമുക്ക് വരുള്ളൂ. അതുപോലെ നമ്മള് മറ്റേ നമ്മുടെ സൈറ്റിൽ നിന്ന് പോയി മറ്റേ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഇപ്പൊ സാർ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റിയില്ലേ, അപ്പൊ അതിലൊരു ഗ്യാസ് ഫീ വരുന്നുണ്ടോ? മറ്റേ അപെക്സ് കോയിൻസ് ഗ്യാസ് ഫീ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ, ഫുൾ എമൗണ്ട് കയറിയില്ലേ? ഫുൾ എമൗണ്ട് കയറി. അപ്പൊ നമ്മളതില് ഗ്യാസ് ഫീ വെക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അല്ല, അതില് ചെറിയൊരു പാർട്ട് വരും എന്തായാലും എക്സ്ചേഞ്ചിന്റെ. അപ്പൊ നമ്മളതിൽ വാങ്ങി വെക്കണം എന്നല്ല അതിന്റെ അർത്ഥം? അല്ലല്ല, ഇപ്പൊ വന്നിട്ടില്ല. അത് അതിന്റെ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഫൈനൽ ചെയ്ത് പറയാം. നമുക്ക് നോർമലി വിഡ്രോവൽ ഫീ ആയിട്ടൊന്നും വരില്ല. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കിയുള്ളതൊക്കെ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഹലോ സാർ, നമസ്കാരം. ഞാനേ ഒരു ഡൗട്ട്, ഞാൻ ഇത് കൊടുത്തിട്ട് 2-3 ദിവസമായി. ഞാൻ വിഡ്രോ കൊടുത്തിട്ട് എന്റെ ഇപ്പം അക്കൗണ്ടിൽ നിന്ന് മൈനസായി, പക്ഷെ എനിക്ക് അവിടെ വന്നിട്ടില്ല, ഒരിടത്തും കാണിക്കുന്നില്ല. ഇപ്പം എക്സ്ചേഞ്ച് വരുന്നതിന് മുമ്പ് ചെയ്തല്ലേ? എക്സ്ചേഞ്ച് വരുന്നതിന് മുന്നേ എക്സ്ചേഞ്ച് വന്ന് ആ സമയത്ത് ഒരാളെ കാണിച്ചു കൊടുത്ത, ഡെമോ കാണിച്ചു കൊടുത്തേ, പക്ഷെ കാണിക്കുന്നില്ല അതില് പൈസ. ഇതിലൊന്നും എന്റെ കാണിക്കുന്നില്ല അതില്. സാർ അന്ന് എക്സ്ചേഞ്ചിലേക്കാണോ വിഡ്രോ ചെയ്തത്? അത് ഇന്ന് എനിക്കത് റിട്ടേൺ കയറി എന്റെ അക്കൗണ്ടിൽ തന്നെ, എന്റെ സൈറ്റിൽ. ഞാൻ പറയുന്നത് നമുക്ക് സപ്പോർട്ട് ടീം ഉണ്ട്, അത് റിട്ടേൺ. ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അന്നേരം ഇട്ട് കൊടുത്തിട്ട്. ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണേ വേറെ ഒരു ഇത് വെക്കാം. അപ്പോ ഞാൻ 9 മണി വരെ കറക്റ്റ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, കാരണം പെട്ടെന്നായിരുന്നു നമ്മൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. എനിക്ക് 9 മണിക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടാ, പക്ഷെ എന്റെ വെരിഫൈ ആയില്ല. വെരിഫൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ ചെയ്യുമ്പോഴത്തേക്ക് അത് എറർ കാണിക്കും. ബാക്കിയെല്ലാം ഓക്കെ ആയി, പക്ഷെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എറർ കാണിച്ചോണ്ടിരിക്കുക. അത് ആ പ്രശ്നമാണ് ഞാൻ സാറേ പറഞ്ഞത്. സാർ എന്ത് ചെയ്യാറിയോ, സാർ ആ ഫോട്ടോയുടെ സൈസ് 1 MB കൂടുതലായി. അപ്പൊ സാർ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്താൽ മതി, ശരിയാവും. സൈസ് കൂടുതലായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എക്സ്ചേഞ്ചിലേക്ക് കൊടുത്തത്. നമ്മുടെ എക്സ്ചേഞ്ചിൽ ആ സമയത്താണ് ഇത് ചെയ്യുന്നത്, പക്ഷെ എനിക്കത് കട്ടായി പോയി എമൗണ്ടേ. അത് നമ്മളെ തിരിച്ചു വരുന്നുണ്ട്, കേറിട്ടില്ല കേട്ടോ. ഓക്കെ, അത് കേറിക്കോളും. ഇത് സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. MB കൂടുതലുള്ളത് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് ആക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്റെ പിന്നെ വേറൊരു ഡൗട്ട്, നമ്മളെ വേറൊരു ID അയച്ചിട്ടാ മതി. എന്നിട്ട് വാട്സാപ്പിൽ എത്തുന്ന ഫയൽ ചെറിയ ഫയൽ ആയിരിക്കും. ഓക്കെ, ഞാൻ വേറൊരു ഡൗട്ട്. നമുക്ക് ഈ ട്രസ്റ്റ് വാലറ്റ് പോകേണ്ട, നമുക്ക് നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് നമുക്ക് ക്യാഷ് കിട്ടില്ലെന്ന് ചോദിച്ചു. ഓൺ എക്സ്ചേഞ്ച് P2B എടുക്കാം. ട്രസ്റ്റ് വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് പോണ്ട. P2P അല്ലാണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല. P2P അല്ലാണ്ട് ഓപ്ഷൻ അല്ല, P2B നമ്മൾ അല്ലാണ്ട് ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലേ? P2B നമ്മൾ ചെയ്താലും നമ്മൾ പേടിക്കേണ്ട, കമ്പനിയുടെ P2B. ഡൗട്ട് ചോദിക്കട്ടെ, P2P ഇപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വേറെ അക്കൗണ്ട് നല്ല വരിക. നമ്മളെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ P2B ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അങ്ങനെയാണോ? ഇത് അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്നില്ലല്ലോ ഇതില്? ഇല്ല, നമ്മൾ മുമ്പ് ചെയ്ത സംഭവം തന്നെ എക്സ്ചേഞ്ച് ത്രൂ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ല, P2P ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒത്തിരി പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്, അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ അക്കൗണ്ട് വേറെ USDT കയറി എന്ന് പറഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇപ്പോഴും ഇതായി കിടക്കുക. അങ്ങനെ കേസ് ഉണ്ടാവുണ്ടോ ചോദിച്ചാൽ? അത് മാത്രമേ വരുള്ളൂ, നമ്മളെ അക്കൗണ്ടിൽ മാത്രമേ വരുള്ളൂ. പണ്ട് നമ്മുടെ ഇതിലുള്ള ഈ അപെക്സിലോ ഉള്ളവര് മാത്രമേ വരുള്ളൂ അല്ലേ? അപെക്സിലെ എക്സ്ചേഞ്ച് P2B നമുക്ക് വേറെ ആരുമായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, പക്ഷെ നമ്മളെ കമ്പനി ആയിട്ടുള്ള P2Bയിൽ ചെയ്താൽ മതിയല്ലോ നമ്മള്. അല്ല, അതാ ചോദിച്ചാൽ നമ്മുടെ കമ്പനി തന്നെയുള്ള P2P അങ്ങനെ തന്നെ ആയിരിക്കും അല്ല? അതങ്ങനെ വരുള്ളൂ. പുറത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കാണിച്ചു
ഇല്ല ഇല്ല ഇതാന്ന് പറഞ്ഞേ അവർ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ അവിടെ വെച്ച്? ഇല്ല ഇല്ല ഇല്ല, അത് അങ്ങനെ വരുള്ളൂ. പിന്നെ എന്റെ തിരിച്ചു കയറിക്കൊള്ളല്ലോ എന്റെ ഓ അക്കൗണ്ടിലേക്ക് കുറെ അത് പൈസ. ഓക്കെ കയറും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ 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 പറയാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഒന്ന് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇന്ന് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം എന്ന് മാത്രം ഉദ്ദേശിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടി കണ്ടക്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഒരു 9 മണിക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീമിന്റെ മീറ്റിംഗ്. അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇന്നൊന്ന് ലീവ് ചെയ്യാണ്. ഓക്കെ. കൃഷ്ണ മേഡം, ഒരു സംശയം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. മേഡം ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അതിലേക്ക് പോകുന്നില്ലേ? അപ്പൊ നമ്മളിപ്പോ വീണ്ടും അതിലേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഇമെയിലിൽ പോയിട്ടല്ലേ ആ വ്യൂ അത് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് വരാൻ പറ്റുക? അതിന്റെ നമ്മളെ അഡ്രസ് ഉണ്ട്, നമുക്ക് www അഡ്രസ്. ഇനിയിപ്പോ മാഡത്തിന് ഒരു സംശയമുണ്ട്, ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി കയറിയിട്ട് അഡ്രസ് അങ്ങ് കോപ്പി ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ അഡ്രസ് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളെ എക്സ്ചേഞ്ചിന്റെ അല്ലേ മാഡം ഉദ്ദേശിച്ചത്? ഇതിപ്പോ നമ്മളെ എക്സ്ചേഞ്ച് ആണല്ലോ. എക്സ്ചേഞ്ച് താഴെ കണ്ടില്ലേ, അപ്പെക്സ് CXIO ഞാൻ ടച്ച് ചെയ്തപ്പോ വന്ന കണ്ടില്ലേ? എവിടെയാണ് ഞാൻ ഇതല്ലേ, അത് കോപ്പി ചെയ്തിട്ട് ഇത് വിഡ്രോവലിന്റെ ഓപ്ഷൻ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഡിലീറ്റ് അടിക്കാം. അയ്യോ വരെ കോപ്പി ചെയ്ത് വെക്കുക അല്ലെ? കോപ്പി ചെയ്ത് വെക്കുക. ഇതായിരിക്കും നമ്മളെ ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്താല് നേരെ നമ്മള് അതിലേക്ക് എത്തും അല്ലെ? ഓക്കെ. ഇപ്പൊ ഞാൻ ഇത് അയച്ചിട്ടുണ്ട്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ആയതുകൊണ്ടാണ്. ഓക്കെ മാഡം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യല്ലോ അല്ലെ അതില്? വീഡിയോ നമ്മൾ ചെയ്യാം. ഓക്കെ. നമ്മള് ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ അരുൺ സാറും അതേപോലെ നമ്മുടെ അഭിജിത്ത് മണി സാറും പറഞ്ഞു തന്നു. നല്ല രീതിയിൽ ഒരാൾക്ക് എങ്ങനെയാണോ അറിയേണ്ടത് ആ രീതിയിലാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടെ നാളെ പറഞ്ഞു. സാറ് പറഞ്ഞു P2Pന്റെ കാര്യങ്ങൾ നാളെയാണ് ക്ലിയർ ആവുക. എല്ലാവരും ക്ഷമിച്ചിരിക്കുക, കുറച്ച് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും കൂടെ പറയാനുള്ളത്, കുറച്ച് ക്ഷമിച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ മുമ്പിലേക്ക് നമ്മളുടെ അപ്പെക്സ് കൊണ്ടുതരും, നമ്മളുടെ കമ്പനി നമുക്ക് കൊണ്ടുതരും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്.